ഭയമില്ലാതെ ജീവിക്കാൻ പഠിക്കണം. എന്തിനാണ് ഭയക്കുന്നത്? നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ മരിച്ചു പോകും. അതിൽ കൂടുതലൊന്നും നമ്മളെ ഒന്നെങ്കിൽ കൊല്ലുക, അതിൽ കൂടുതലൊന്നും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഇതിലിവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല, എന്ന് വേണമെങ്കിലും നമ്മൾ മരിച്ചു പോകും എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഭയമൊന്നും ഉണ്ടാവില്ല. പിന്നെന്താ പറയുക, മേലെ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് യാതൊരു ഭയവും ഉണ്ടാവില്ല. എന്ത് വന്നാലും നേരിടാനുള്ള ധൈര്യം ഉണ്ടാവണം. ചങ്കൂറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിനെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. എല്ലാത്തിനെയും നമ്മൾ ഭയത്തോടെ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഭയം എന്നുള്ള സംഭവം നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് തന്നെ നമ്മൾ മായ്ച്ച് കളയണം. അതുപോലെ നമ്മൾക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്. അപ്പം നമ്മൾ ഒരു വരുമാനം, അതായത് ഒരു വരുമാന മാർഗ്ഗം മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് മാത്രം പണം നേടിയോണ്ട് മാത്രം നമുക്ക് ഒരുപാട് പണം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ ഒന്നിൽ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തിയാലാണ് നമ്മൾക്ക് ഒന്നും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ കൂടുതൽ തിരക്കിലായിരിക്കും അല്ലേ. നമുക്ക് ഒരു പാർട്ട് ടൈം ജോലി ഉണ്ട്, അല്ലെങ്കിൽ ഒരു നമുക്ക് ഡെയിലി ഒരു ജോലി, ഡേ ടൈമിൽ ഒരു ജോലി, നൈറ്റിൽ വേറൊരു ജോലി, അതിൻ്റെ ഇടയിൽ നമ്മൾ ഓൺലൈനായിട്ട് വേറെ ജോലി, അങ്ങനെ പല ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ടൈം ബിസി ആയിരിക്കും അല്ലേ. ബിസി ആണെന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ നമുക്ക് ചിലപ്പോൾ നാണാവും, അല്ലെങ്കിൽ മടിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബിസി ആയെങ്കിൽ മാത്രമേ നമുക്ക് ആരും സൗജന്യമായിട്ട് പണമൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ അധ്വാനിച്ചെങ്കിൽ തന്നെയാണ് നമുക്ക് പണം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിയാണെന്ന് പറയുന്നതിന് യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട. അതേപോലെ തന്നെയാണ് നമ്മൾ മഹത്തായ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കഴിവിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവണം. നമ്മൾ സ്വയം നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലേ. നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മളാണ് ആദ്യം നമുക്ക് പിന്തുണ നൽകണം, പ്രോത്സാഹനം നൽകണം. നമ്മളുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കണം. ആത്മവിശ്വാസം ഇല്ലാത്ത ആളുകളെ ആരും പിന്തുടരാനൊന്നും പോകുന്നില്ല. ആത്മവിശ്വാസത്തോടെ നടക്കുന്ന ആൾക്കാരെ തന്നെയാണ് ആൾക്കാർ ഫോളോ ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കഴിവിൽ നമ്മൾ ആദ്യം വിശ്വസിക്കുകയും നമ്മളതിനെ പിന്തുണയ്ക്കുകയും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മളുടെ നേട്ടങ്ങളെ നമ്മൾ ആഘോഷമാക്കണം. ചെറിയ നേട്ടങ്ങളാണ് കിട്ടിയതെങ്കിലും അതിനെ നമ്മൾ ആഘോഷിക്കണം. അപ്പോഴാണ് നമുക്ക് വലിയ നേട്ടങ്ങൾ നേടാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. ചെറിയ നേട്ടമായിക്കോട്ടെ, അത് ആഘോഷിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുള്ളൂ ചെറിയ നേട്ടമായി നല്ല ആഘോഷമുണ്ട്, അപ്പോൾ നീ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മനസ്സിൽ തന്നെ അങ്ങനെ തോന്നൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും കൂടെ ആഘോഷമാക്കണം. പിന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഓരോ മിനിറ്റ് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. നമ്മുടെ അവസാനത്തെ എണ്ണം ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതിനെ നമ്മൾ കൗണ്ട് ചെയ്യുക, എണ്ണുക. ഏറ്റവും ലാസ്റ്റത്തെ എന്തായാലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഉള്ള കാലം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് കാലമേ ഉള്ളൂ. മാക്സിമം നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരോട് ചിരിക്കണം, പഠിക്കണം, അറിവ് നേടണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് അത് ചെയ്യണം. അങ്ങനെ ഒരു തോന്നൽ വേണമെങ്കിൽ നമ്മുടെ ഈ ഓരോ മിനിറ്റ് നമ്മൾ കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്യുമ്പോഴേ നമുക്കറിയുള്ളൂ വളരെ കുറച്ച് എണ്ണപ്പെട്ടത്. ഒരു ശരാശരി കേരളീയൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 72 വയസ്സൊക്കെ ശരാശരി പറയുന്നത്. ഇന്ന് 72 വരെയൊന്നും ആരും നിൽക്കുന്നൊന്നുമില്ല, അതിൻ്റെ മുന്നേ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 72 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എത്രയോ കുറച്ച് കാലയളവാണ്. അതിൽ നല്ല പ്രായം മുഴുവൻ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുകയാണ്. എന്താ പറയുക, നല്ല കാര്യങ്ങൾക്കൊന്നും ചിലപ്പോൾ നല്ല സമയത്തൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അതായത് നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ഊർജത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ നല്ലപോലെ ജീവിക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ നല്ല പ്രായത്തിലും നമ്മളത് അറിയുന്നില്ല. നല്ല കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഊർജ്ജസ്വലോട് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം. ചെറുപ്പകാലത്താണ് നമ്മൾ നന്നായി ചെയ്യേണ്ടത്, നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊന്നും, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടേണ്ടത് നല്ല ആ പ്രായത്തിലാണെന്നൊന്നും ആ ഒരു പ്രായത്തിൽ നമ്മൾ അറിയുന്നില്ല. പിന്നീട് കുറേ കാലങ്ങൾ കഴിയുമ്പോഴാണ് നമ്മുടെ സമയമൊക്കെ പോയി എന്നുള്ളത് അറിയുക. സമയം സമ്പത്താണെന്നുള്ളത് അറിയണത് എപ്പോഴാണ്? നമ്മുടെ നല്ല സമയമൊക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ സമയം സമ്പത്താണെന്നുള്ളത് അറിയുന്നത്. പക്ഷെ നമ്മളൊരിക്കലും ആ സമയത്തിന് നമ്മളെന്താണ് അധികം ഉപയോഗിക്കുന്ന ഗുണമില്ലാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ പലപ്പോഴും വേസ്റ്റ് ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ
സമയത്തിന് നമ്മളെപ്പോഴും നോക്കുക തന്നെ വേണം. പിന്നെയാണ് എപ്പോഴാണ് നമ്മൾ നന്ദി പറയേണ്ടത്, എപ്പോഴാണ് ക്ഷമ പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരും ക്ഷമ ചോദിക്കേണ്ടവരും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ആ ഒരു അവസ്ഥയിൽ മാത്രം എപ്പോൾ നമ്മൾ നന്ദി പറയേണ്ടത്, നമ്മൾക്ക് നല്ലൊരു കാര്യം കിട്ടി, നമ്മൾക്ക് ഉപകാരപ്പെട്ടൊരു കാര്യമാണെങ്കിൽ നമ്മളതിനെ തീർച്ചയായും നന്ദി പറയണം, നന്ദിയുള്ളവരായിരിക്കണം. അതുപോലെ സോറി പറയണം. ചിലപ്പോൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ സോറി എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പറയേണ്ട സമയത്ത് സന്ദർഭത്തിനനുസരിച്ച് മാത്രം തന്നെയാണ് നമ്മൾ ക്ഷമ പറയേണ്ടത്. അതുപോലെ തന്നെ നന്ദി നമുക്ക് വേണ്ടുള്ളൂ. ജീവിതം വളരെ മനോഹരമാണ്, പക്ഷെ അതിലേറെ പ്രയാസകരവുമാണ്. അതിന് നമുക്ക് നല്ല മാനസിക ശക്തി ഉണ്ടെങ്കിലാണ് മനോഹരമാണ് ജീവിതം എന്നുള്ളത് അറിയണമെങ്കിൽ നല്ല മാനസിക ശക്തിയോട് കൂടി നമ്മൾ ജീവിതത്തെ നേരിട്ടാൽ നമുക്ക് ജീവിതം വളരെ മനോഹരമാണ്. പിന്നെ വരുന്ന പ്രയാസങ്ങൾ നേരിടാനുള്ള ചങ്കൂറ്റം കൂടെ ഉണ്ടായാൽ മതി. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. പ്രയാസങ്ങൾ എന്നുള്ളത് ഡെയിലി നമ്മുടെ കൂടെയുള്ള സംഭവമാണ്. അതിന് നമ്മുടെ അങ്ങനെ ആ ഒപ്പം നമ്മൾ കൂട്ടിക്കൊണ്ടായിട്ട് പോയാൽ മതി. അല്ലാണ്ട് അതിനെ പേടിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുക, ഒന്നും ചെയ്യരുത്. അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ അതിൻ്റെ കൂടാണ്ട് വന്നോളാം. ജീവിതത്തിന് നമ്മൾ വളരെ ഭംഗിയായിട്ട് നടക്കുക. അതുപോലെ നമ്മൾക്ക് എന്താ വെച്ചിട്ട് നമ്മളെ ആളുകൾ എപ്പോഴും ഓർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വേണമെങ്കിൽ ആൾക്കാർ ഓർത്താൽ മതി. നമ്മൾക്ക് ഈ ഇത്രയും നല്ലൊരു ഭൂമിയിൽ ഇങ്ങനെ വന്നു ജീവിക്കാൻ കഴിഞ്ഞു പറയുന്നത് വലിയൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓർത്താൽ മതി. അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ആരെങ്കിലും ഓർത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടണം, അതിനൊന്നും ആവശ്യമില്ല. ഇത്രയും നല്ലൊരു ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലേ? മറ്റുള്ള മൃഗങ്ങളായിട്ടൊന്നല്ല നമ്മൾ വന്നിരിക്കുന്നത്, മനുഷ്യരായിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ള ജീവിതം വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ചെയ്തിട്ട് അതിന് സന്തോഷം കണ്ടെത്തിയാൽ മതി. അത് ചീത്ത കാര്യങ്ങളായിരിക്കരുതെന്ന് മാത്രം. നല്ല കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളിൽ നോക്കുക. അതിൽ നമുക്ക് എന്താണ് സന്തോഷം തരുന്നത് അത് നമ്മൾ നന്നായിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ജീവിതം വളരെ ഹാപ്പിയാണ്. അത് ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം പോലെ ഇരിക്കും. ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഒരു ജീവിതം എന്തോ ഒരു ഭാരം പോലെയാണ്. ഈ ഭൂമിയിൽ വന്നാൽ തന്നെ വലിയ ബുദ്ധിമുട്ട് പോലെ. എനിക്ക് മാത്രമാണല്ലോ ഈ കഷ്ടപ്പാട്, ദുരിതം, അല്ലെങ്കിൽ എനിക്കതില്ല ഇതില്ല, അങ്ങനെ ഇല്ലായ്മകളും വല്ലായ്മകളും പരാതികളും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ അത് മാത്രം ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം ഒരു ദുഷ്കരമായിരിക്കുന്നത്. നമുക്കില്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക, ഉള്ള കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും നല്ലൊരു ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. അതിൻ്റെ ഒന്നും ഒരു വില അറിയാത്തതുകൊണ്ടാണ്. ഈ കെടുപ്പിലായി നമ്മൾ കുറച്ച് നല്ല പ്രായത്തിൽ അത് വേണ്ട, ഒന്നും നടക്കാനും ഓടാനും ഒന്നും കഴിയാതെ ഒരു കസേരയിൽ മാത്രം ഇരുന്ന് കഴിയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ്. അവർ ഈ ഒരു മുറിയുടെ ഉള്ളിൽ അവരുടെ ഒരു ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടും. അവർക്ക് പുറത്ത് പോകാനോ നടക്കാനോ മറ്റുള്ളവർ പോലെ കളിക്കാനോ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ ഒന്നും കഴിയാതെ, എന്തിനു വേറെ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം സ്വന്തം കൈകൊണ്ടൊന്നും എടുത്ത് വാരി കഴിക്കാനും കൂടെ കഴിയാത്ത ആൾക്കാരിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൽ അതിനെക്കാട്ടിയൊക്കെ എത്രയോ നല്ലൊരു ജീവിതമല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുക. നമുക്ക് വേണ്ട ആത്മവിശ്വാസവും സ്നേഹവും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതൊന്നും നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്നോ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നോ ഒന്നുമല്ല. നമ്മൾ തന്നെ കൊടുക്കേണ്ട കാര്യങ്ങളാണ് സ്നേഹം, ആത്മവിശ്വാസം, പിന്തുണ, പ്രോത്സാഹനം, ആഘോഷങ്ങളൊക്കെ. അതൊക്കെ അങ്ങനെ ചെയ്തു നോക്കി നോക്കുക. അപ്പോൾ ജീവിതം വളരെ ഹാപ്പിയാണ്. വേറെ ഒന്നിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. കിട്ടിയ ജീവിതം സന്തോഷകരമായി ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ, ഈ ഭൂമിയിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ച് ജീവിക്കുക.